നമ്മളൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് പിന്നിലൊരു കാരണം ഉണ്ടാവും. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പലർക്കും ഉള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും മോണിറ്റൈസേഷൻ ആവണം, കുറേ പൈസ കിട്ടണം എന്നുള്ളതാണ്. 98% യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ സാധാരണക്കാരെ ഞാൻ കണ്ടത് അങ്ങനെയാണ്. എല്ലാവരും മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ്. അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ടിപ്സ് ഒന്നും ഞാൻ പറയുന്നില്ല, ഇന്ന് കഥയാണ്. റൈറ്റ് ബ്രദേഴ്സ് ആണല്ലോ നമ്മുടെ വിമാനങ്ങളൊക്കെ നിർമ്മിച്ചത്. ഈ റൈറ്റ് ബ്രദേഴ്സ് ഇത് കണ്ടുപിടിക്കുന്ന കാലത്ത് തന്നെ അവര് നാട്ടിൽ തന്നെ അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ മറ്റൊരാൾ കൂടി ഇതിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ആൾക്ക് ഇഷ്ടംപോലെ പൈസയുണ്ട്, നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല കഴിവുള്ള ആളാണ്, ഒരു ടീമുണ്ട്, ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ട്, ഇങ്ങനെ പലതുമായിട്ട് ശ്രമിക്കുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ റൈറ്റ് ബ്രദേഴ്സ് ഇത് കണ്ടുപിടിച്ചതോടുകൂടി മൂപ്പര് ആ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു, ഒഴിവാക്കി. അതിന്റെ പിന്നിലുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ വൈ ആണ്, അതായത് എന്തിനു വേണ്ടി എന്നുള്ളതാണ് ഇതിൽ പ്രധാന കാര്യം. വൈ എന്ന് പറയുമ്പോൾ മറ്റേയാൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കണ്ടുപിടിക്കാൻ ഇറങ്ങിയത്? മറ്റേയാൾ കണ്ടുപിടിക്കാൻ ഇറങ്ങിയത് പണവും പ്രശസ്തിയും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആള് ഇറങ്ങിയത്. അതാണ് മൂപ്പരുടെ വൈ. ഈ റൈറ്റ് ബ്രദേഴ്സ് കണ്ടത് ജനങ്ങൾക്ക് ഭാവിയിൽ ഒരു യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താനുള്ള ഒരു സംഭവം കണ്ടുപിടിക്കുക, അതാണ് അവരുടെ വൈ. ഈ രണ്ട് വൈകൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതേ വൈ ആണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പിന്നിലുള്ള വൈ എന്താണ്? അതായത് എന്തിനാണ് നിങ്ങൾ തുടങ്ങിയത്? ആ തുടങ്ങിയതിനുള്ള ഒരു വാല്യൂ നിങ്ങൾ ആലോചിച്ചിരുന്ന് കണ്ടുപിടിക്കുക. പലരും വെറുതെ ഇരിക്കുമ്പോൾ തുടങ്ങിയവരുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടാം എന്ന് വിചാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള വൈസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളത് കമൻറ്റ് ചെയ്യണം, കാരണം എനിക്ക് എല്ലാവരുടെയും വൈസ് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാനത് ഇന്നലെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങൾ എന്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, നിങ്ങൾ എന്താണ് ആവാൻ ആഗ്രഹിക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇനി എൻ്റെ വഴിയിലേക്ക് വരാം. എൻ്റെ വഴിൻ്റെ കാര്യം യൂട്യൂബ് ചാനൽ, എൻ്റെ ഈ സാഫ് സ്റ്റോക്കിൻ്റെ കഥയിലേക്ക് വരാം. സാഫ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഈ ചാനൽ തുടങ്ങിയത് 2021 അന്ന് തുടങ്ങിയത് കുറച്ച് ബുക്സൊക്കെ വായിച്ച് മോട്ടിവേറ്റ് ആയപ്പോൾ നമ്മുടെ ജഗതിയൊക്കെ എണീക്കുന്ന പോലെ ഞാൻ ഇന്ന് കുറച്ചാളെ മോട്ടിവേറ്റ് ചെയ്താട്ടം ഇന്ന് ചാനൽ തുടങ്ങുന്ന പറഞ്ഞിട്ട് ചാടി ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു, ഞാൻ ക്യാമറ ഒക്കെ ഓണാക്കി ക്യാമറേൻ്റെ മുന്നിൽ നിന്നിട്ട് പറയാൻ പോകുമ്പോൾ സംഭവം എന്താണ്, പുറത്തേക്ക് വരുന്നില്ല. എന്ത്, അതായത് നേരത്തെ ഇങ്ങനെ പഠിച്ചു വെച്ച സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് പറയാൻ പോകുമ്പോൾ പുറത്തേക്ക് വരുന്നില്ല, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, ആകെ കൂടി ടെൻഷൻ, ഒന്നും പറയണ്ട. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ പരിപാടി നടക്കൂല. അതോടുകൂടി അന്നത്തെ ദിവസം തന്നെ ജഗതി എണീച്ച പോലെ ഇരുന്നില്ല, അതേപോലെ ഞാൻ ഇരുന്നിട്ട് പരിപാടി മതിയാക്കി. എന്നിട്ട് എന്ത് ചെയ്തു, കുറച്ച് ഷോർട്സ് ഇട്ടു. ഷോർട്സ് ഇട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് സംഭവങ്ങൾ കയറ്റി. പിന്നെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കുറേ ഇത് ഡൗൺലോഡ് ആക്കി അതിട്ടു. അങ്ങനെ കുറച്ച് ഉടായ്പ പരിപാടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ പിന്നെ വിചാരിച്ചു മതി, ഇത് നടക്കുന്ന പരിപാടിയല്ല. പിന്നെ ഈ ചാനൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ മൊത്തമായിട്ട് ഇങ്ങനെ വീഡിയോസ് കാണാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. അതാണ് ഈ ചാനൽ അവിടെ പെൻഡിങ്ങിന് വെച്ചു. പിന്നെ ഇതിൻ്റെ പിന്നിൽ എന്തിനാണ് ഇപ്പോൾ ഇത് എവിടെ നിന്നാണ് പൊട്ടി മുളച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് നാൾ മുൻപേ എനിക്ക് ഒരു കുട്ടിയാണ്, ഒരു മോളാണ്. ആ മോള് ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 5 വർഷത്തിന് ശേഷം ആണ് കുട്ടി ഉണ്ടാകുന്നത്. 5 വർഷത്തിന് ശേഷം കുട്ടി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ, ഈ 5 വർഷത്തിനിടയിൽ ആൾക്കാർ ചോദിക്കുമല്ലോ എന്താണ് കുട്ടി ഉണ്ടാകാത്തത്, എന്താണ് കുട്ടി ഉണ്ടാകാത്തത്, അതാണല്ലോ ആൾക്കാരുടെ പ്രശ്നം. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടിയായി കഴിഞ്ഞിട്ട് എൻ്റെ മോള് ജനിച്ച സമയത്ത് 1,300 1,400 ചെറിയ എത്ര പോലും ഉണ്ടായിരുന്നുള്ളൂ, ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ മാസങ്ങളോളം നമ്മൾ ആരെയും പിന്നെ കാണാൻ വരാൻ സമ്മതിക്കാതൊക്കെയാണ് വളർത്തിയെടുത്തത്. ഇത് ഇത്രയും പറയുന്നതിന് കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ വളർത്തിയിട്ട് എൻ്റെ മോൾക്ക് ഇപ്പോൾ 8 വയസ്സായി. അപ്പോൾ മോള് കുറച്ച് നാളുകൾക്ക് മുമ്പേ പറഞ്ഞ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഉപ്പ എനിക്ക് പ്ലേ ബട്ടൺ വേണം. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ചാനലില്ല, എനിക്കുള്ളത് പോൾട്രി മീഡിയ എന്ന് പറഞ്ഞൊരു ചാനലും പിന്നെ ഞാനും എൻ്റെ സംരംഭം എന്ന് പറഞ്ഞ 2 ചാനലാണ്. അപ്പം ഞാനും എൻ്റെ സംരംഭം എന്ന് പറയുന്ന ചാനലിലെങ്കിലും പ്ലേ ബട്ടൺ ഒക്കെ കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, അതായത് ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇൻഫ്ലുവൻസ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം വന്നപ്പോഴാണ് ഈ സാഫ് സ്റ്റോക്ക് വെറുതെ എടുത്ത് നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. അതായത് ഡിപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊന്നും അവതരിപ്പിക്കാനൊന്നും എനിക്ക് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഞങ്ങളോടൊപ്പം പറയുന്നുണ്ട്. പുതിയ ആളുകളോട് പറയാണ്, ഞാൻ 20 ദിവസം അല്ലെങ്കിൽ 1 മാസമേ ആയിട്ടുള്ളൂ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് എന്ന് നിങ്ങൾക്ക് തെളിവടക്കം വേണമെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ്
പൗൾട്രി മീഡിയയിലേക്ക് കയറി കണ്ടാൽ കാണാം. വളരെ ദുരന്തമായ ഒരു ചെങ്ങ ഇങ്ങനെ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെയൊന്നും പറയില്ല. അതുകൊണ്ട് ഫേസ് കാണിക്കാതെ വീഡിയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ വീഡിയോക്ക് അത്യാവശ്യം റീച്ച് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഫേസ് കാണിക്കാതെ വോയിസ് ഓവർ കൊടുത്തിട്ട് വീഡിയോ ചെയ്തെന്ന് വിചാരിക്കാം. ആ വീഡിയോക്ക് ഒരു 5000 പേര് കണ്ടുവന്നിരിക്കുക. ശരിക്കും നിങ്ങളുടെ കപ്പാസിറ്റി പറയുന്നത് 50,000 ആളുകളായിരിക്കും. കാരണം നിങ്ങൾ ഫേസ് കൂടി കാണിച്ചാൽ സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 50,000 പേരിലേക്ക് ഒറ്റയടിക്ക് എത്താനുള്ള സാധ്യതയാണ് അവിടെ ഇല്ലാതായത്. ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ ഫേസിൽ നമ്മൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞുതരാണ്. എൻ്റെ ഫേസിൽ എന്തൊക്കെ കുറവുകളുണ്ട് എന്ന് ഞാനാണ് ഏറ്റവും കൂടുതൽ കോൺഷ്യസ് ആവുന്നത്. എൻ്റെ താടി ശരിയില്ല, മൂക്ക് ശരിയില്ല എന്നൊക്കെ. പക്ഷെ കാണുന്നവർ വലിയ രീതിയിൽ അത് കെയർ ചെയ്യില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം 1-2 വീഡിയോസ് നിങ്ങൾ അങ്ങ് ഇടുക. ആരെങ്കിലും പറയുമോ നമുക്ക് നോക്കാമല്ലോ, എന്നിട്ടല്ലേ ബാക്കി. അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് ഫേസ് കാണിച്ച് ഇതുപോലെ നിന്നിട്ട് വളരെ കൂളായിട്ട് നിങ്ങളൊരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചിട്ട്, ഇപ്പോൾ എന്നെ ഈ 1500 പേരോളം സബ് ചെയ്തത് ഒരു മാസം കൊണ്ടാണ്. ഈ 1500 പേരോടാണ് ഞാനിങ്ങനെ പറയുന്നത്. ചിലപ്പോൾ അതിൽ ഒരു 500-600 ആളുകളിലേക്കായിരിക്കും ഈ വീഡിയോ എത്തുക. എന്നെ അറിയാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് എന്താണ്, എന്നെ അറിയുന്ന ഗ്രൂപ്പിലൊക്കെയുള്ള കുറച്ച് ആളുകളോടാണ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സംസാരിക്കുക. കാരണം യൂട്യൂബിൻ്റെ സക്സസ് കിടക്കുന്നത് നിങ്ങളിലാണ്, അല്ലാതെ സെറ്റിങ്സിലോ നമ്മൾ കീവേഡ്സിലോ ഒന്നുമല്ല. നിങ്ങളിലാണ് സക്സസ് കിടക്കുന്നത്. നിങ്ങൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു അതുപോലെ നിങ്ങൾ സക്സസ് ഉണ്ടാകുന്നു. ഉറപ്പായിട്ടും നിങ്ങൾ സക്സസ് ആവും. ഇനി നമ്മളെ കഥയിലേക്ക് തിരിച്ചു വരാം, എൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ മോള് പറഞ്ഞു, ഉപ്പ എനിക്ക് പ്ലേ ബട്ടൺ വേണം. അപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങി. ഈ ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ ആവശ്യം മോണിറ്റൈസേഷൻ അല്ല. എൻ്റെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് വൈ എന്ന് പറയുന്നത് എൻ്റെ മോള് എന്നോട് ചോദിച്ച ആ പ്ലേ ബട്ടൺ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പ്ലേ ബട്ടൺ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം ഇങ്ങനെ വിചാരിച്ചാൽ പോരെ. നിങ്ങൾ ഓരോ ആളുകളും, എൻ്റെ വീഡിയോ കാണുന്ന ഓരോരാളും ഇവരൊരു പ്ലേ ബട്ടൻ്റെ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് കൂടി തോന്നണം. നമ്മൾ ആക്ഷൻ ഹീറോ ബിജുലൊക്കെ പറയുന്ന പോലെ ഇവനൊന്ന് കൊടുക്കണമെന്ന് നമുക്കും തോന്നണം എന്ന് പറഞ്ഞില്ലേ, കിട്ടണമെന്ന് അവനും തോന്നണം. ആ രീതിയിലാണ്, അതായത് ഒന്ന് കൊടുക്കണമെന്ന് നമുക്കും തോന്നണം, കിട്ടണമെന്ന് കിട്ടുന്നവനും തോന്നണം. ആ രീതിയിലാണ് നമ്മുടെ മൈൻഡ് സെറ്റ് വേണ്ടത്. അപ്പം നിങ്ങൾ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഇതിൻ്റെ പിന്നാലെ ഓടാതെ നിങ്ങളുടെ വൈ കണ്ടെത്തുക. ആ വൈ ഒരിക്കലും നിങ്ങൾ മോണിറ്റൈസേഷനിൽ സെറ്റ് ചെയ്യരുത്. കാരണം അത് ചെറിയൊരു ടാസ്ക്കാണ്. മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ടാസ്ക്കാണ്. അതിൽ നിങ്ങൾ സെറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആവും എന്ന് ഞാൻ 100% ഉറപ്പ് തരാം. നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എന്ന ലക്ഷ്യം മാത്രം നിങ്ങൾ ആലോചിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾ മോണിറ്റൈസേഷൻ ആവും. പക്ഷേ പൈസ കിട്ടൂല. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ മോണിറ്റൈസേഷൻ മാത്രമല്ലേ സ്വപ്നം കണ്ടിട്ടുള്ളൂ, നിങ്ങൾ പൈസ കിട്ടുന്ന സ്വപ്നം കണ്ടിട്ടില്ല. അപ്പോൾ അത് കാണണ്ടേ. അപ്പോൾ നിങ്ങൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് വ്യൂ വരണം. വ്യൂസ് വന്നാലേ പൈസ കിട്ടും. അപ്പം നിങ്ങൾ ഈ 30-20 സബുള്ള സമയം മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, മോണിറ്റൈസേഷൻ ആയി നല്ല വ്യൂസോട് കൂടി നിങ്ങൾ സക്സസ് ആവുന്നത് ഡ്രീം കാണാം. നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് വിഷ്വലൈസ് ചെയ്യുന്നത്, അതാണ് എത്തുക എന്നാണല്ലോ എല്ലാവരും ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ എന്താണ് വൈ കാണുന്നത്, ആ വൈ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് പറയാൻ കാരണം നിങ്ങൾ ഇതുപോലെ ഒരു നല്ലൊരു ലക്ഷ്യം വെച്ച് പോകാന്നുണ്ടെങ്കിൽ സക്സസ് ആവും. സ്വാഭാവികമായിട്ടും മറ്റൊരു കാര്യം കൂടി സംഭവിക്കും. നിങ്ങൾ ഇതുപോലെ പോകുന്ന സമയത്ത് നിങ്ങൾ സ്വന്തം തന്നെ നിങ്ങൾക്കൊരു എനർജി വരും, ഒരു ആത്മവിശ്വാസം വരും. ഈ ആത്മവിശ്വാസം വന്നാൽ എന്താ സംഭവിക്കുക അറിയാം, നമ്മളങ്ങ് എക്സ്പ്ലോഡ് ആവും. അതായത് നമ്മുടെ ഉള്ളിലുള്ള ജയന്റിനെ അങ്ങ് പുറത്തേക്ക് വരും. ഇപ്പം ഞാൻ പറയുന്നില്ല, ഇതുപോലെ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിലുള്ള സംഭവം അങ്ങ് പുറത്ത് വരും. പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു അപാരമായ കോൺഫിഡൻസും ഒരു അവതരണ ശൈലി വരെ സ്വന്തമായിട്ട് വരും. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാൻ പറഞ്ഞ ഈ സംഭവം നിങ്ങൾക്ക് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ അൺസബ് ചെയ്തിട്ട് പോയിക്കോ, ഒരു കുഴപ്പമില്ല. ഉറപ്പായിട്ടും നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു ഫീലിങ്സിലേക്ക് വരുന്നത്, അന്ന് മുതൽ നിങ്ങൾ അവതരണ ശൈലി എടുക്കുക. നിങ്ങൾ ഡൈനാമിക് ആയിട്ടുള്ള ഒരു അവതരണം ആയിരിക്കും. നിങ്ങൾ ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. അത് നമ്മുടെ മൈൻഡിൻ്റെ പവറാണ്. അപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ പരമാവധി ശ്രമിക്കുന്നത് നിങ്ങൾ ഓരോരാളെയും നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവിനെ അങ്ങ് പുറത്ത് ചാടിച്ചിട്ട് അതിനെ കൊണ്ട് നമ്മളെ വീഡിയോ ഉഷാറാക്കി എടുക്കാനാണ് നോക്കുന്നത്. അല്ലാതെ സെറ്റിങ്സോ മറ്റ് ടിപ്സിലോ അല്ല. ടിപ്സ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ടിപ്സിൽ നമ്മൾ പറയും. പക്ഷേ ഇതാണ് അൾട്ടിമേറ്റ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വരുന്ന സമയം വരെ നിങ്ങൾക്ക് ആ സക്സസ്സിലേക്ക് എത്താൻ പറ്റില്ല. ഇനി പലപ്പോഴും നമ്മൾ ഈ പറയുന്ന സക്സസ്സിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് പലരും എന്ത് ചെയ്യില്ല, പഠിക്കാൻ തയ്യാറാവില്ല. പഠിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാനുണ്ടാവും, അതുപോലെ വീഡിയോ ഷൂട്ടിംഗ് പഠിക്കാനുണ്ടാവും, പലതരത്തിൽ സംഭവം പഠിക്കും. ഇപ്പം ഞാൻ തമ്പനയിലെ ക്ലാസ് വെക്കുന്നുണ്ട്. പക്ഷേ
ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യില്ലെന്നറിയോ, അവർക്ക് ഇതൊക്കെ അറിയാം, പക്ഷെ അവര് പൈസ ചെലവാക്കിയിട്ട് പഠിക്കും, സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നും ചെയ്യില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ഈ യൂട്യൂബിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ 2021 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പ്രസൻറ്റേഷന് ഞാൻ ബോറാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം ഞാൻ 1-2 കോഴ്സുകൾ ജോയിൻ ചെയ്തു. കോഴ്സുകൾ ജോയിൻ ചെയ്ത് 450, 500 രൂപയ്ക്കുള്ള കോഴ്സുകൾ, പിന്നെ 1000 രൂപയുള്ള കോഴ്സുകളൊക്കെ ജോയിൻ ചെയ്തു. കാരണം എനിക്കത് ജോയിൻ ചെയ്തതിനെ കൊണ്ട് മാറ്റം ഉണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഈ സംഭവങ്ങൾ നമ്മൾ പറയേണ്ടത് എന്നൊക്കെ ഇരുന്ന് പഠിച്ച് കുറേ ശ്രമിച്ചു. പിന്നെ പറ്റൂല എന്ന് വെച്ച് ഒഴിവാക്കി, പിന്നെയും ശ്രമിച്ചു. അങ്ങനെയാണ് ഇതൊക്കെ പഠിച്ച് പഠിച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ സ്വയം കുറച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യണം. ഇതൊന്നും ഞാൻ എൻ്റെ കോഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. അങ്ങനെ പറയുന്നു എന്ന് തോന്നിയ ഒരാളും എന്ത് ചെയ്യണില്ല, നിങ്ങൾ ഈ കോഴ്സുകളിലൊന്നും പങ്കെടുക്കണം. ഇപ്പോൾ തമ്പനേൻ്റെ ക്ലാസ്സിനാണ് നടക്കുന്നത്. അപ്പോൾ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ജോയിൻ ചെയ്യാം. കാരണം നിങ്ങൾക്ക് സക്സസ്സിലേക്ക് ചെറിയൊരു മാറ്റം മതി. അതായത് ചിലപ്പോൾ തമ്പനയിലെ ഒരു സ്ക്രൂ തിരിച്ചാൽ മതി എന്ന് പറഞ്ഞ പോലെ തമ്പനയിലെ മാറ്റമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ സക്സസ്സിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തമ്പനേൻ്റെ ക്ലാസ്സുകൾ പഠിക്കാം. ഇനി ഇതൊക്കെ കോഴ്സ് പ്രൊമോഷന് വേണ്ടിയിട്ട് അവൻ തള്ളി മറിക്കുന്നതാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട. നിങ്ങൾ സ്വന്തമായിട്ട് യൂട്യൂബ് നോക്കിയിട്ടെങ്കിലും പഠിക്കുക. അതിൻ്റെ അടുത്ത് കോഴ്സ് പഠിച്ചിട്ട് പ്രശ്നമില്ല. നിങ്ങൾ സക്സസ് ആയാൽ മതി, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇന്ന് ഈ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പക്ഷേ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ടത്, നിങ്ങളുടെ വൈ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ലക്ഷ്യം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കുറേ ആളുകൾ ശ്രമിക്കുന്നത് പൈസ കൊടുത്ത് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. അതിനവർ ചിലവാക്കുന്നത് 2000, 3000 മുതൽ 12,000, 15,000 രൂപ വരെയൊക്കെയാണ് ചിലവാക്കുന്നത്. പക്ഷെ ഞാൻ ഈ പരിപാടികളല്ല ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് പിന്നെ നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട്, നിങ്ങൾക്ക് സ്കില്ല് പഠിപ്പിച്ചതുകൊണ്ട്, നിങ്ങളെ ഇനി ഈ ചാനലും മറ്റൊരു ചാനലും, നിങ്ങൾ 5 ചാനലാണെങ്കിൽ 5 ചാനലുകളും സക്സസ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ മോണിറ്റൈസേഷൻ ചെയ്ത് തരുന്ന ആളുകളെയൊന്നും ഞാൻ കുറ്റം പറയുന്നൊന്നുമില്ല. അവരൊക്കെ അവരുടേതായ രീതിയിൽ ചെയ്തു തരുന്നുണ്ടാവും. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എല്ലാവരും. അപ്പോൾ ഗ്രൂപ്പിൽ വന്ന ശേഷം നമുക്ക് അവിടെ നിന്ന് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.